Okay, അപ്പോൾ കഴിഞ്ഞ വീഡിയോന്ന് നമ്മൾ തിയറി കംപ്ലീറ്റ് ചെയ്തുള്ളത് അറിയാലോ. നൗ വി ആർ ഗോയിങ് ടു ഡു ദ ന്യൂമറിക്കൽ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കാണുന്നുണ്ട് വിചാരിക്കുന്നത്. Potential difference of 0.50 volt exists across the PN junction where the depletion layer is 5 into 10 to the power minus 7 wide. Find the intensity of the electric field at the depletion region. In this case, if an electron approaches the PN junction with a speed of 5 into 10 to the power 5 meter per second, find the speed with which it will be entering the P side. ഇനി ചില പിള്ളേർക്ക് ക്വസ്റ്റ്യൻ കാണുന്നില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരുന്നവർക്കാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നത്. അപ്പോൾ ബേസിക് ഒരു കാര്യം ചെയ്യാവുന്നത് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതിയിടുക എന്നുള്ളത്. കേട്ടല്ലോ? പോസ് ചെയ്തിട്ട് ഹിയർ ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് if possible, right? അപ്പം if possible അല്ല, obviously I am reading the question, so you can write the question. Okay, so ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എത്ര 0.50 വോൾട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യണത് പി എൻ ജംഗ്ഷനിൽ. അപ്പോൾ അതാണ് നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ. ഡിപ്ലീഷൻ ലെയറിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 5 into 10 to the power minus 7 meter. അപ്പോൾ നമുക്കറിയാമല്ലോ E is equal to V/D അല്ലേ? V എത്രയാണ് 0.5 വോൾട്ട്, D എത്രയാണ് 5 into 10 to the power minus 7 meter അല്ലേ? അപ്പോൾ 1 into 10 to അല്ലെങ്കിൽ 10 to the power 6 മൈനസ് അല്ലോട്ട് പ്ലസ് അല്ലേ വരിക, 10 to the power 6 അല്ല 5.1 10 to the power 6 വോൾട്ട് പെർ മീറ്റർ ഇലക്ട്രിക് ഫീൽഡാണ് എന്തിൽ വരാൻ പോണേ, നമ്മുടെ പൊട്ടൻഷ്യൽ ബാരിയറിൽ വരുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയറിൽ വന്നിട്ടുണ്ട്, അത് മനസ്സിലാക്കി. ഫൈൻഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ ഡിപ്ലീഷൻ. കിട്ടിയില്ലേ ഇലക്ട്രിക് ഫീൽഡ്, right? In this case, if an electron approaches the PN junction with a speed of 5 into 10 to the power 5 meter per second, find the speed with which it will be entering the P side. റൈറ്റ്? ഒരു പി എൻ ജംഗ്ഷനിലേക്ക് ഒരു ഇലക്ട്രോൺ വരാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, വെലോസിറ്റി കൺസേർവ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൺസർവേഷൻ ഓഫ് എനർജി എന്ന പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യാൻ പോണത്. ക്ലിയർ ആവുന്നത് വിചാരിക്കുന്നത്? അപ്പോൾ ഈ എനർജി മുഴുവൻ ആർക്കൊക്കെ വരുന്ന ഇലക്ട്രോൺ അല്ലേ വരുന്നത്, റൈറ്റ്? അതിൻ്റെ എനർജി എത്രയാണ്, ഹാഫ് എം ഇ മാസ് ഓഫ് ഇലക്ട്രോൺ ഇൻറ്റു ലെറ്റ്സ് സേ ഇറ്റ്സ് വെലോസിറ്റി ഇസ് V1, റൈറ്റ്? ഇടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാം, ഒരു കാര്യം ചെയ്യാം. കൺസർവേഷൻ ഓഫ് എനർജിയിൽ എനർജി ബിഫോർ കൊളീഷൻ ഇസ് ഈക്വൽ ടു എനർജി ആഫ്റ്റർ കൊളീഷൻ ആക്കാം. അപ്പോൾ വരുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റീൻ്റെ വെച്ചിട്ട് കൈനറ്റിക് എനർജി വന്നെങ്കിൽ പി എൻ ജംഗ്ഷൻ നീങ്ങണുണ്ട ഇല്ല, സോ ഇറ്റ്സ് കൈനറ്റിക് എനർജി 0, റൈറ്റ്? ഇനി നിങ്ങൾ ഇതിപ്പോൾ ഇതാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക്, അല്ലെങ്കിൽ ഇത് പി സൈഡ്, ഇത് എൻ സൈഡ്, ഇതിലേക്ക് ഇലക്ട്രോൺ വന്ന് കൊളൈഡ് ചെയ്യല്ലേ ചെയ്യണേ. അപ്പോൾ ഇലക്ട്രോൺ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ കുറച്ച് എനർജി ഈസ് ട്രാൻസ്ഫേർഡ് ടു പി ഇൻ ദ ഫോം ഓഫ് QV അല്ലേ, വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ എനർജി സെയിം, റൈറ്റ്? സോ QVന് പകരം ഇവിടെ എന്ത് E ഇൻറ്റു എത്ര V വരുന്നത്, എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൽ വരുന്നത് 0.5, റൈറ്റ്? പ്ലസ് അല്ലേ ഈ ഇലക്ട്രോൺ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എംബഡഡ് ആവുക ചെയ്യണത് അല്ലേ? അത് അപ്പോൾ ഇതിൻ്റെ മോഷൻ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ അതിൻ്റെ കൈനറ്റിക് എനർജി നമ്മൾ ഹാഫ് ME V2². ദിസ് ഇസ് ആഫ്റ്റർ കൊളീഷൻ, ദിസ് ഇസ് ബിഫോർ കൊളീഷൻ. ക്ലിയർ ആവേണ്ടതായിരിക്കണേ, റൈറ്റ്? ഇനി എന്താ ചെയ്യുക, ഹാഫ് ME V2² V1² ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നൂടെ. അപ്പോൾ V1² മൈനസ് V2² ഇസ് ഈക്വൽ ടു charge of one electron is 1.6 into 10 to the power minus 19 into 0.5 അല്ലേ? ഇത് നമുക്ക് V1² മൈനസ് V2² വാല്യൂ കണ്ടുപിടിക്കാവുന്നുള്ളൂ. മാസ് അറിയാമല്ലോ, 9.1 into 10 to the power minus 31. അപ്പോൾ V1² മൈനസ് V2² ഇസ് ഈക്വൽ ടു 0.176 into 10 to the power 12 meter per second എന്ന് കിട്ടും. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, മീറ്റർ² പ്ലസ് സെക്കൻഡ്² എന്ന് പറഞ്ഞിട്ട് പോട്ടെ, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്ക് V2² എന്ന് പറഞ്ഞതല്ലേ, V1² നമുക്കറിയാം എത്രയാണ് 5 ഇൻറ്റു അല്ലേ, വരുന്നതിൻ്റെ വെലോസിറ്റി തന്നിട്ടില്ലേ. സോ V1² ഇസ് 5 into 10 to the power 5 whole square minus V2² is equal to 0.16 into 10 to the power 12, റൈറ്റ്? ക്ലിയർ? ഇനിയിപ്പോൾ V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. V2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അറൗണ്ട് 2.8 into 10 to the power 5 meter per second എന്ന് വരും, റൈറ്റ്? ഇത്ര വെലോസിറ്റിയിലായിരിക്കും ഇപ്പോൾ അവസാനം ഇലക്ട്രോൺ ഉണ്ടാവുക. ഇത് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി 5 ആണെങ്കിൽ കണ്ട വെലോസിറ്റി കുറഞ്ഞു. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്, റൈറ്റ്? ഇനി അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ കഷ്ണം മുറിച്ച് വെച്ചിരിക്കുക, റൈറ്റ്? ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് കേട്ടോ.
Okay. Aish. Okay. ഒരു സർക്യൂട്ട് ഡയഗ്രാം കാണുന്നുണ്ടല്ലോ നിങ്ങൾ. റൈറ്റ്, 3 ഡയോഡിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ക്രോസ് ആയിട്ട് സീരീസ് ആയിട്ട് 3 റെസിസ്റ്റൻസ് ഈക്വൽ വാല്യൂല 150 ഓം വെച്ചിട്ടുണ്ട്. റൈറ്റ്, ഐഡൻറ്റിക്കൽ ഡയോഡ്സ് ആണ് കേട്ടോ, D1 D2 D3. റൈറ്റ്, അതിൽ ഈച്ച് വൺ ഓക്കെ ഓരോന്നിൻ്റെയും ഓക്കെ ക്വസ്റ്റ്യൻ ഫുൾ വായിച്ചൊക്കെ ഇൻ ദ ഗിവൻ സർക്യൂട്ട് ഡയോഡ്സ് D1 D2 D3 ആർ ഐഡൻറ്റിക്കൽ, ഈച്ച് വൺ ഹാവിങ് എ ഫോർവേഡ് ബയസ് റെസിസ്റ്റൻസ് ഓഫ് 20 ഓം. ഇതിനെല്ലാം 20 ഓം റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് റിവേഴ്സ് ബയസ് ഈസ് ഇൻഫിനിറ്റ്ലി ലാർജ് റെസിസ്റ്റൻസ്. റൈറ്റ്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കറണ്ട്. അറിയാവുന്നിരിക്കുന്ന റിവേഴ്സ് ബയസിങ്ങിൽ കറണ്ട് കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവിടുത്തെ റിവേഴ്സ് ബയസിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിലൊന്ന് നോക്കാം. ഈ സർക്യൂട്ടിൽ ആരൊക്കെയാണ് ഫോർവേഡ് ബയസ്, ആരൊക്കെയാണ് റിവേഴ്സ് ബയസ്ഡ് എന്ന് നോക്കണം. ഇതാണ് D1, ഇത് D2, ഇത് D3 ആണ് കേട്ടോ. കാണാത്തവർക്ക് ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് കാണാം, ഇതാണ് പോസിറ്റീവ് സപ്ലൈ അല്ലേ. പോസിറ്റീവ് സപ്ലൈ ഏതിനാണോ പി സൈഡിലുള്ളത് അതാണ് ഫോർവേഡ് ബയസ്. അപ്പോൾ D3യും D1ഉം ഫോർവേഡ് ബയസ് ആണ്. പക്ഷേ D2 എന്താണ്, റിവേഴ്സ് ബയസ്ഡ് ആണ് അല്ലേ. റിവേഴ്സ് ബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആണെങ്കിൽ ഇത് കൂടെ എന്ത് പോകില്ല, കറണ്ട് പോകില്ല. സോ I2 ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആവുണ്ടോ? റൈറ്റ് അല്ലേ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ മാച്ച് കളയാൻ പോട്ടെ. അപ്പോൾ അത് കൂടെ കറണ്ട് ഇല്ലല്ലോ. ഇനി ഞാൻ വരയ്ക്കും, ഇത് രണ്ടും ഫോർവേഡ് ബയസ്ഡ് ആണ് അല്ലേ. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഷോർട്ട് ചെയ്ത് മാതിരി വരയ്ക്കാം അല്ലേ. ഇനി എന്താ, 150ഉം ഈ 150, ഇത് 150 ഈ 150 ഉണ്ടാവുള്ളൂ. ഇയാൾ ഈ സർക്യൂട്ടിൻ്റെ ഈ ഭാഗം കാണാണ്ടാവും, ബിക്കോസ് ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ത്രൂ ഇറ്റ്. സോ 150 ഓം ആൻഡ് 150 ഓം ഇസ് പാരലൽ വിത്ത് ദ സപ്ലൈ ഓഫ് 5 വോൾട്ട്. പിന്നെ ഇവിടെ ഒരു 25 ഓം അല്ലേ. അപ്പോൾ പാരലൽ 150 എന്ന് പറഞ്ഞാൽ എന്താ, പാരലൽ വരുമ്പോൾ 150/2 എടുത്തു കഴിഞ്ഞാൽ 75 ഓംസ് ആണ് ഇതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. റൈറ്റ്, സോ 75 ഓം. റൈറ്റ്, ഇനി 75 ഓമും 25 ഓമും സീരീസാണ്. അപ്പോൾ എത്രയാണ്, 100 ഓമും അല്ലേ. അപ്പോൾ ഞാനിതിന് മാറ്റുകയാണ്. റൈറ്റ്, ഇതിനെ എഴുതുന്നത് മാറ്റിയിട്ട് ദിസ് ബിക്കംസ് 100 ഓം. ടോട്ടൽ റെസിസ്റ്റൻസ് 100 ഓം ആൻഡ് ദർ ഇസ് എ 5 വോൾട്ട് സപ്ലൈ അല്ലേ. അപ്പോൾ കറണ്ട് എത്രയാണ് മൊത്തത്തിൽ സർക്യൂട്ടിൽ പോവുക, മെയിൻ കറണ്ട് ഇതിൽ നിന്ന് പോണ കറണ്ട് എത്രയായിരിക്കും, I is equal to what, V/R, that is 5 divided by 100, that is 0.05 ആംപിയർ. അപ്പോൾ ഈ സർക്യൂട്ടിൽ നിന്ന് ഈ ക്യാപിറ്റൽ I എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.05 ആംപിയർ. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ രണ്ട് കറണ്ട് കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു, ഇതും കണ്ടുപിടിച്ചു. ക്ലിയർ? റൈറ്റ്, ഇനി എന്താ നോക്കാം. ഇനി നോക്കിയേ, രണ്ട് ഈക്വൽ റെസിസ്റ്റൻസ് അല്ലേ, 150 150. അതിലേക്ക് ഈ 0.05 പോകുമ്പോൾ രണ്ട് ഈക്വലായിട്ടല്ലേ സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എത്രയാണ്, 0.05ൻ്റെ ഹാഫാണ് ഇങ്ങോട്ട് പോവുക, 0.05ൻ്റെ ഹാഫാണ് ഇങ്ങോട്ടും പോവുക. സോ ഇറ്റ് വിൽ ബി 0.025 ആംപിയർ ഫോർ I3 ആൻഡ് I1. അപ്പോൾ ഓരോ വാല്യൂസ് എടുത്ത് ടോട്ടൽ കറണ്ട് എത്രയാണ് വരുന്നത്, 0.05 ആംപിയർ. അതിൽ I2, അതായത് ഇവിടെ റിവേഴ്സ് ബയസ് ആയ കാരണം I2 എന്തായി, 0 ആംപിയർ. I1 ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു 0.025 ആംപിയർ. ക്ലിയർ ആയിട്ട് വിചാരിക്കണേ. റൈറ്റ്, ഇനി ഞാൻ വേറെ എവിടെ ക്വസ്റ്റ്യൻ കൊണ്ട് ഒട്ടിച്ചിരുന്നല്ലോ. റൈറ്റ്, ഓക്കെ. അയ്യോ, ഇത് സർക്യൂട്ട് തെളിഞ്ഞു കാണില്ല എന്നുകൊണ്ടല്ലേ. ഓക്കെ, പറയാം കേട്ടോ, ഞാൻ പാരാമീറ്റേഴ്സ് എന്താ എഴുതിയിരിക്കണമെന്ന് പറയാം. റൈറ്റ്, ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഇസ് ഷോൺ. ദ ഡാറ്റ ഇസ് ഗിവൺ ആസ് IC 1 ആംപിയർ 1 മില്ലി ആംപിയർ കേട്ടോ. ഇതെന്താണോ വൃത്തിയാവാഞ്ഞത്, 1 മില്ലി ആംപിയർ. VC ഇത് എഴുതിയിട്ടുള്ളൊക്കെ വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. VCC തന്നിട്ടുണ്ട്, VCE തന്നിട്ടുണ്ട്, VBE തന്നിട്ടുണ്ട്. റൈറ്റ്, പിന്നെ ഇതിൽ പാരാമീറ്റർ ഇവിടെ 20 കിലോ ഓം എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് RE ആണ്, ഇത് VE ആണ്. ഇവിടെ റെസിസ്റ്റൻസ് അക്രോസ് കപ്പാസിറ്റർ ദാറ്റ് ഇസ് RC ഇസ് ഗിവൺ ആസ് 7.8 കിലോ ഓം ആണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കണേ, 7.8 കിലോ ഓം. പിന്നെ സപ്ലൈ VCC ഇവിടെയാണ്. ഞാൻ ഒന്ന് കാര്യം ചെയ്യാം, ഞാൻ സർക്യൂട്ട് ഒന്നുകൂടി ഇവിടെ വരച്ച് കാണിച്ചു തരാം, അത് നല്ലത്. അല്ലെങ്കിൽ വെറുതെ വർത്താനം പറഞ്ഞ് കുറേ നേരം പോകും. ഗ്രൗണ്ട്,
CC 12 volt, right? VC, this is RC, which is given as 7.8 kilo ohm, right? This is VE, and this is RE, this is 20 kilo ohm, and this is RB, and this is a capacitor in, right? Amplifier ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ള സർക്യൂട്ടാണ്. യു ആർ ആസ്ക്ഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് RE ആൻഡ് VE, ഇത് രണ്ടിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്, റൈറ്റ്? ഗിവൺ എന്താണ്? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇരിക്കുന്നത് ഒന്ന് മാറ്റി വയ്ക്കട്ടെ, അല്ലെങ്കിൽ ആ കൂടി കൊള്ളാവും, റൈറ്റ്? അപ്പോൾ ഈ സർക്യൂട്ട് മാത്രം നോക്കിയാൽ മതിട്ടാ. ആൻഡ് ദെൻ ദേ ഹാവ് ഗിവൺ IC is equal to 1 milliampere, VCE is given as 3 volt, right? And VBE is given as 0.5 volt, right? And VCC obviously you can see as 12 volt. ഇത്രയാണ് തന്നിട്ടുള്ളത്, റൈറ്റ്? അപ്പോൾ നമ്മൾ നോക്കിയാൽ ബേസിൻ്റെ സെക്ഷൻ സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടെന്നിരിക്കുന്നത് ബേസ് കറണ്ട് വളരെ വളരെ ചെറുതായിരിക്കും, കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയാലും മിക്ക സെക്ഷനിൽ, റൈറ്റ്? സോ ദാറ്റ്സ് വൈ വി ക്യാൻ റൈറ്റ് IE is equivalent to IC, എടുത്തതല്ലേ? അപ്പോൾ ഇത് മനസ്സിലാദ്യം വിചാരിക്കുക. ഇത് നമുക്ക് RC എന്ന് പറഞ്ഞിട്ടുള്ള എത്രയാ? 7.8 കിലോ ഓം അല്ലേ? അപ്പോൾ 12 വോൾട്ട് കൊടുക്കുന്നതിൽ 12 വോൾട്ട് ഞാൻ കൊടുക്കുന്നതിൽ, റൈറ്റ്? ദറ്റ് ഈസ് യുവർ ദിസ് സെക്ഷൻ ഇസ് ഈക്വൽ ടു, അതായത് ഇത് കൂടെ കറണ്ട് ഏതായിരിക്കും? RC കൂടെ കറണ്ട് എന്തായിരിക്കും? IC കറണ്ട് ആയിരിക്കും അല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് ICRC, റൈറ്റ്? പിന്നെ ഇതേ കറണ്ട് തന്നെയല്ലേ നോക്കി, ഇത് കൂടെ ഉള്ള കറണ്ട് എന്തുകൊണ്ടാണ്? ICയും IEയും തുല്യമാണ്, റൈറ്റ്? ജസ്റ്റ് കൺസിഡർ ദിസ് സെക്ഷൻ ഓൺലി, ഈ സെക്ഷൻ മാത്രം നോക്കുക, റൈറ്റ്? ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക, ഈ ഇൻപുട്ട് സെക്ഷനിൽ മാത്രം നോക്കുമ്പോഴേ 20 കിലോ ഓം കൊണ്ട് ഇത് ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും കൂട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഭാഗമല്ലേ കാണുള്ളൂ, റൈറ്റ്? യു ലുക്ക് ഇറ്റ് ദിസ് സെക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? എഴുതാൻ നോക്കിയാൽ ICRC ഈ ഭാഗം പ്ലസ് IERE, റൈറ്റ്? പ്ലസ് VCE. ഈ സെക്ഷനല്ലേ കളക്ടർ എമിറ്റർ സെക്ഷനാണ് എന്ത് ഔട്ട്പുട്ടായിട്ട് ആക്ട് ചെയ്യണത് അല്ലേ? എന്നാൽ ബേസ് എമിറ്ററാണ് ഇൻപുട്ടായിട്ട് ആക്ട് ചെയ്യണത് അല്ലേ? അപ്പോൾ കളക്ടർ എമിറ്ററിൻ്റെ കേസ് എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെയല്ലേ എഴുതുക, റൈറ്റ്? 12 വോൾട്ട് ഇസ് ഈക്വൽ ടു ICRC പ്ലസ് IERE പ്ലസ് VCE, ടോട്ടൽ വോൾട്ടേജ് ആയില്ലേ? ഇനി നമ്മൾ പറഞ്ഞു IE എന്ന് പറഞ്ഞ കറണ്ട് എന്ത് തന്നെയാണ്? തുല്യമാണ് ICന് തുല്യമാണ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, സോ ദാറ്റ് IC ഇൻറ്റു RC പ്ലസ് RE പ്ലസ് VCE കോമൺ ആയിട്ട് എടുക്കട്ടെ അല്ലേ? ഇനി RC പ്ലസ് RE, RCയുടെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? REൻ്റെ വാല്യൂ തന്നിട്ടില്ല അല്ലേ? ഇല്ല. അപ്പോൾ നോക്കട്ടെ, തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് കളിക്കാം. 12 വോൾട്ട് ഇവിടെ ഉണ്ട്, IC ഇവിടെ ഇരിക്കട്ടെ, അത് 1 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്, അത് 1 മില്ലി ആംപിയറാണ്. RC പ്ലസ് RE ഇരിക്കട്ടെ അവിടെ, പ്ലസ് VCE നമുക്ക് 3 വോൾട്ട് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് RC പ്ലസ് RE ഇസ് ഈക്വൽ ടു 9 കിലോ ഓം എന്ന് കിട്ടും, റൈറ്റ്? മില്ലി അല്ലേ, റൈറ്റ്? ക്ലിയർ? സോ RC പ്ലസ് RE ഇസ് ഈക്വൽ ടു 9, 12 3 പോയ 9 അല്ലേ? സോ മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താ? 10 to power minus 3, 10 to power minus 3 ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ പോകുമ്പോൾ എന്താ? 10 to power 3 ആയിട്ട് മുകളിലേക്ക് പോകും. സോ 9 കിലോ ഓം. അതിൽ നമുക്ക് ഒരെണ്ണത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്ത്? RC is given as 7.8 കിലോ ഓം എന്ന് പറഞ്ഞാൽ RE എന്താ വരിക? RE will be equal to 1.2 കിലോ ഓം, ഒരെണ്ണം കിട്ടി, റൈറ്റ്? ഇനി നിങ്ങൾക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? VE, ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഫ്രം എമിറ്റർ, എന്തായിരിക്കും? IE ഇൻറ്റു RE അല്ലേ? IE എത്ര? 1 മില്ലി ആംപിയർ അല്ലേ? സോ 1 ഇൻറ്റു 10 to power minus 3, RE എത്ര? 1.2 കിലോ ഓം അല്ലേ? ഇൻറ്റു 10 to power 3, റൈറ്റ്? സോ ഇറ്റ് ബിക്കംസ് 2, ഇപ്പോൾ 2 അല്ലല്ലോ, 1.2 വോൾട്ടാണ് എമിറ്ററിൻ്റെ അവിടെയുള്ള പൊട്ടൻഷ്യൽ കിട്ടിയാ, റൈറ്റ്? അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കുറച്ച് ലോജിക്കായിട്ട് ആലോചിക്കണം എന്നേ ഉള്ളൂ. ക്വസ്റ്റ്യൻ 1, ഓക്കെ.
again ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് കേട്ടോ. A pure silicon at 300 Kelvin has equal electrons and hole concentration. അപ്പോൾ NEയും NHും തുല്യമാണ്. Which is 1.5 into 10 to power 16 per meter cube, right? When it is doped by India, അതായത് ഇൻട്രൻസിക് ആയിരുന്നു, അതിനെ നമ്മൾ എക്സ്ട്രിൻസിക് ആണ്. All concentration increases. അപ്പോൾ അതെന്തായി PU type ആയി, right? And NH becomes 4.5 into 10 to power 22 meter cube. What is the new electron concentration? ഇത് ഞാൻ ഇതേമാതിരി ഒരു പ്രോബ്ലം ന്യൂമറിക്കൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നമ്പർ ഓഫ് ഇൻട്രൻസിക് ആദ്യം, റൈറ്റ്, നമ്മുടെ അവിടെ കോൺസെൻട്രേഷൻ എടുക്കുകയാണെങ്കിൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ. ഈക്വൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഓഫ്, അല്ലേ, ഓക്കെ, ഹാസ് ഈക്വൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഓഫ് 1.5 into 10 to power 16 അല്ലേ. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള ശരിക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇലക്ട്രോണും ഹോളിൻ്റെ കോൺസെൻട്രേഷൻ അല്ല, നിങ്ങൾക്ക് മൊത്തം ഇൻട്രിൻസിക് മെറ്റീരിയൽസിൻ്റെ കോൺസെൻട്രേഷൻ ആണെന്നുള്ള അത് എത്രയാണ് 1.5 into 10 to power 16 എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഈക്വൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഉണ്ട്, റൈറ്റ്. എത്രയാണ് പാർട്ടിക്കിൾസിൻ്റെ കോൺസെൻട്രേഷൻ എന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. ഇനി NH കൂടിയിട്ട് എത്രയെന്ന് പറയണേ 4.5 into 10 to power 22 അല്ലേ. അപ്പോൾ നമുക്കറിയാം NE into NH ഷുഡ് ബി ഓൾവേസ് ഈക്വൽ ടു NI സ്ക്വയർഡ് അല്ലേ. NIയിൽ വാല്യൂസിൽ വ്യത്യാസം, NI സ്ക്വയറിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരാൻ പാടില്ല. സോ NE is equal to NI സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ NH. പിന്നെ കാൽക്കുലേഷനാണ് കേട്ടോ, റൈറ്റ്. 1.5 into 10 to power 16 ഡിവൈഡഡ് ബൈ whatsoever. ക്ലിയർ, റൈറ്റ്. ഇനി നിങ്ങൾക്ക് ഇനി ഇത് ചിലപ്പോൾ ചോദ്യം വരികയാണെങ്കിൽ NH NI എന്ന് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കുക. NI is equal to NH is equal to NE. ഇങ്ങനെയല്ലേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് ഏത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ. ഇനി ആ കൺഫ്യൂഷൻ വേണ്ട. ഡ്യൂറിങ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ സെക്ഷൻ NI is equal to NH is equal to NE. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്പർ ഓഫ് ഹോൾ കോൺസെൻട്രേഷൻ, നമ്പർ ഓഫ് ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ is equal to നമ്പർ ഓഫ് ഇൻട്രൻസിക് മെറ്റീരിയൽസ്. ക്ലിയർ? ഓക്കെ, ഓക്കെ, ക്ലിയർ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിനി വെർബലായിട്ട് പറഞ്ഞു പോകണുള്ളൂ കേട്ടോ, റൈറ്റ്. അല്ലെങ്കിൽ അല്ലേ ഇതിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ, കഷ്ടപ്പെടും മനുഷ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഞാൻ ഒരു പ്രാവശ്യം വായിക്കുള്ളൂ, ഇത്തിരി സ്പീഡൊക്കെ കൂട്ടിക്കോ, റൈറ്റ്. നൗ ക്വസ്റ്റ്യൻ ഈസ്, if the ratio of concentration of electron to that of holes in a semiconductor is 8/5, right, Ne by NH, right, it is given as 8/5, and ratio of currents IE by IH is 8/3, right, then what is the ratio of the corresponding drift velocities? Right. If the ratio of concentration of electrons to that of holes in semiconductor is 8/5 and ratio of currents IE by IH is 8/3, what is the ratio of the corresponding drift velocities എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ IE by IHനെ എനിക്ക് എന്തെന്ന് എഴുതാം, IEനെ എന്ത് എഴുതാം, NE അല്ലേ, ദറ്റ് ഇസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു A അല്ലേ, NAE നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. NEA എന്ന് എഴുതി ഞാൻ അങ്ങോട്ട് കൺഫ്യൂഷൻ ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയത്, റൈറ്റ്. ഇതല്ല നമ്മുടെ സാധാരണ ഡ്രിഫ്റ്റ് വെലോസിറ്റീൻ്റെ ഡ്രിഫ്റ്റിംഗ് കറണ്ടിൻ്റെ ഇക്വേഷൻ, റൈറ്റ്. അപ്പോൾ ഇവിടെ NE എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ഏരിയ ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഹോൾസ് ഇൻറ്റു ഏരിയ ഇൻറ്റു ചാർജ് ഓഫ് ഹോൾസ്. അപ്പോൾ എന്തുകൊണ്ട് തന്നെ എഴുതിയത്, ചാർജിൻ്റെ സെയിം എമൗണ്ടാണ് കേട്ടോ ഹോൾസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും, ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവിൽ വ്യത്യാസം വരുന്നുള്ളൂ. ഇതിൽ A ക്യാൻസൽ ചെയ്തു, E ക്യാൻസൽ ചെയ്തു അല്ലേ. സോ ഐ ക്യാൻ റൈറ്റ് ഫ്രം ഹിയർ IE by IH is equal to NE by NH into VE by VH. Now ഇത് 8/3 ആണ്, NE by NH 8/5 ആണ്, VE by VH 8 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ VE by VH എത്ര വന്ന് 5/3 എന്ന് വരും. ക്ലിയർ ആയ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാൻ ശ്രദ്ധിക്കുക. A pure silicon has 5 into 10 to power 28 atoms per meter cube. It is doped by 1 part per million concentration of arsenic,
right? The number of holes in the doped semiconductor will be given that intrinsic semiconductor materials Ni is equal to 1.5 into 10 to power 16 meter cube, right? ഒരു പ്യുവർ സിലിക്കണിലെ ഇപ്പോൾ ഉള്ള കോൺസെൻട്രേഷൻ, അതായത് ഡെൻസിറ്റിയാണ് തന്നിട്ടുള്ളത് കേട്ടോ, 5 into 10 to power 8 atoms per meter cube ആണ്. It is doped by 1 part per million concentration of arsenic. The number of holes in the doped semiconductor will be, right? അപ്പോൾ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, ഇത് നിങ്ങൾക്ക് ഞാൻ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞതാണ്, നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ. ഡോപ്പിങ്ങിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതാണ് ഇനി പാർട്സ് പെർ മില്യൺ 3 ppm എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് ഓർമ്മ ഉണ്ടാ, റൈറ്റ്? ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ എത്ര വന്നിട്ടുള്ളത് 1 part per million ആണ് അല്ലേ, ppm, റൈറ്റ്? അപ്പോൾ നമ്പർ ഡെൻസിറ്റി ഓഫ് ആർസനിക് ആറ്റംസ് അറിയണ്ടേ, അതായത് 1 മില്യണിൽ 1 പാർട്ടാണ് എന്ത് നമ്മുടെ ആർസനിക് ഇരിക്കണത് അല്ലേ? ക്ലിയർ ആവണ്ട? എത്ര ഡെൻസിറ്റി ഉണ്ട് മൊത്തത്തിൽ പ്യുവർ ക്രിസ്റ്റൽ സിലിക്കണിൽ 5 into 10 to power 8 ആറ്റംസ് ഉണ്ട് ഒരു ക്യൂബിൽ അല്ലേ? സോ ഇൻ 1 meter cube there are how much? 5 into 10 to power 8 atoms അല്ലേ? അതിലേക്കാണ് ഞാൻ ആർസനിക് കൊണ്ടുവന്ന് ഇടാൻ പോണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർസനിക്കിൻ്റെ നമ്പർ ഡെൻസിറ്റി എത്ര ഉണ്ടാവുന്നുണ്ട്? 5 into 10 to power 28 അതിലുണ്ടെങ്കിൽ അതിൽ 1 part per million അല്ലേ? അതായത് 5 into 10 to power 22 atom per meter cube വെച്ചിട്ടായിരിക്കും ആരിരിക്കുക, നമ്മുടെ ആർസനിക് ഉണ്ടാവുക. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയേ, ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി മനസ്സിലാക്കി തരാം. 1 meter ക്യൂബിൽ 1 meter ക്യൂബ്, അത് ബ്ലാക്കായ ഓർന്ന്, 1 meter ക്യൂബ് ഏരിയയിൽ മൊത്തം സിലിക്കൺ ഉണ്ടായിരുന്നത് 5 into 10 to power 28 ആറ്റംസാണ് അല്ലേ? ക്ലിയർ? ആ ആറ്റംസിൻ്റെ പൊസിഷൻ, അതിൽ നിന്ന് കുറച്ച് ആറ്റംസിൻ്റെ പൊസിഷനിലേക്കാണ് നമ്മുടെ എന്ത് ചെയ്യുക, ആർസനിക് വന്നിരിക്കുക അല്ലേ? അതെങ്ങനെ? 1 part per million എന്ന് പറയുന്നത് എന്താണോ 10 to power 6 അല്ലേ? ക്ലിയർ ആവുണ്ട് വിചാരിക്കണേ, റൈറ്റ്? അപ്പോൾ 1 meter ക്യൂബിൽ ഇത്ര ആറ്റംസാണ് സിലിക്കൺ ഇരിക്കുന്നതെങ്കിൽ ഈ സിലിക്കണിൻ്റെ 1/million അല്ലേ, 1 part per million, ഓരോ മില്യൺ സെക്ഷനിലും എന്താണ് ആര് വന്നിരിക്കാൻ പോവാണ്? അപ്പോൾ ആർസനിക് ഇരിക്കുകയാണ്. സോ ദിസ് ഇസ് ദ ആർസനിക്സ് കോൺസെൻട്രേഷൻ ഫോർ 1 meter ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നിട്ടു ഞാൻ പറഞ്ഞു, 5 into 10 to power 6 അല്ലേ, 22 ആറ്റംസ് അല്ലേ? അതായത് ഇപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് നമുക്ക് ഇലക്ട്രോൺസ്, എക്സ്ട്രാ വന്നിരിക്കുന്ന ഇലക്ട്രോൺസ്. ഇറ്റ് ഈസ് 5 into 10 to power 22, റൈറ്റ്? നോ Ne into NH എന്താന്ന് പറയുന്നുണ്ട്, Ni squared ആണെന്നുണ്ട്. Niൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് കേട്ടോ, റൈറ്റ്? ഇപ്പോൾ Neയുടെ വാല്യൂയും കിട്ടി. സോ യു ക്യാൻ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹോൾസ്, റൈറ്റ്? ക്ലിയർ ആവുണ്ട് ഇങ്ങനെ? അപ്പോൾ നമ്മളോട് ഹോൾസ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ Ne is given your value like this അല്ലേ? നിങ്ങൾ കൊണ്ടുവന്ന് ഇട്ടതല്ലേ ഇതിൽ ഡെൻസിറ്റി കൂടാനുള്ള കാരണക്കാരൻ. അപ്പോൾ ഇയാളാണ് എക്സ്ട്രാ ഇലക്ട്രോൺസ് ആയിട്ട് കൊടുക്കുന്നത്, റൈറ്റ്? ഇനി നേരത്തെ കേസിൽ Neയും NH ഒക്കെ സെയിം ആയിരുന്നു. ഇത് കൊണ്ടുവന്നിട്ട കാരണമാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, നമ്പർ ഡെൻസിറ്റി കൂടാനുള്ള കാരണം കേട്ടോ. സോ NH വിൽ ബി ഈക്വൽ ടു Ni സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ Ne. Ni സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ Ni 1.5 into 10 to power 16 സ്ക്വയർ ഡിവൈഡഡ് ബൈ 5 into 10 to power 22, ഏതാണ്ട് 4.5 into 10 to power 9 meter raised to -3 എന്ന് ആൻസർ വരും. കാൽക്കുലേഷൻ കയ്യിലിരിക്കും കേട്ടോ. ക്ലിയർ ആയാം, റൈറ്റ്? ഇനി നല്ലൊരു ക്വസ്റ്റ്യൻ, ഫോർവേഡ് ബയസിങ്ങിനൊക്കെ സർക്യൂട്ട് കണ്ടാലൊക്കെ അറിയണം കേട്ടോ, റൈറ്റ്? ഇനി ക്വസ്റ്റ്യൻ വായിക്കണം അഗെയിൻ. ഒരു ജർമാനി ഡയോഡ് ഓഫ് നീ വോൾട്ടേജ്, റൈറ്റ്? നീ വോൾട്ടേജ് ഓർമ്മ ഉണ്ടാ, ഫോർവേഡ് ബയസിങ്ങിലാണ് കേട്ടോ. 0.3 volt is connected to a battery of 5 volt through a resistance R. What should be the value of R to establish a current of 4.7 milliampere through the circuit? Okay. Now, നീ വോൾട്ടേജ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കത്തണം എന്താണ്, ഫോർവേഡ് ബയസിങ് ആണ്, റൈറ്റ്? അത് കത്തിയ അപ്പോൾ ഫോർവേഡ് ബയസിങ് ആണെങ്കിൽ വോൾട്ടേജ് കൂടുമോ അല്ലെങ്കിൽ EMF അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടുമോ കുറയോ? ഇലക്ട്രിക് ഫീൽഡ് കുറയും, ഡിപ്ലീഷൻ റേറ്റ് കുറഞ്ഞല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് ഇസ് ഈക്വൽ ടു
റൈറ്റ്. നിങ്ങൾ എത്ര കൊടുത്തിട്ടുള്ള 5 വോൾട്ട് ബാറ്ററി ഗിവൺ വോൾട്ടേജ് മൈനസ് ദ നീ വോൾട്ടേജ് ഓർ ത്രഷോൾഡ് വോൾട്ടേജ്, റൈറ്റ്, ദാറ്റ് ഇസ് 0.3 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, റൈറ്റ്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് കറണ്ട് തന്നിട്ടുണ്ട് അല്ലേ? കറണ്ട് എത്ര തന്നിട്ടുള്ളത്? 4.7 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 4.7 ഇൻറ്റു 10⁻³ 5 നിന്ന് 0.3 പോയി കഴിഞ്ഞാൽ 4.7 ഡിവൈഡഡ് ബൈ 6 വാല്യൂ കണ്ടുപിടിക്കുക കേട്ടോ. 4.7 അല്ലേ? അപ്പോൾ 6 = 1 കിലോ ഓം എന്ന് കിട്ടും ആൻസർ കേട്ടോ. സെൻറ്റൻസിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് കഴിവ്. ഓക്കെ, ഇനി ഒരു സർക്യൂട്ട് ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം സർക്യൂട്ട് വരയ്ക്കണുണ്ട്. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുക. സോ യു ആർ ഗിവൺ എ സർക്യൂട്ട്, റൈറ്റ്, ആൻഡ് വാല്യൂസ് ഓഫ് V0. ഓക്കെ, വേണ്ട, സർക്യൂട്ട് വരയ്ക്കാം, ശരിക്കും ഒരുമിച്ച് നടക്കാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല. Right, silicon, this is germanium, there is a 6 kilo ohm resistance, right, this is VO, right, this is plus 7 volt supply here, right. Let's say this is diode current, that is ID is flowing, right. This is silicon, this is germanium. Okay, now barrier potential of silicon 0.6 അല്ലെങ്കിൽ 0.7 വോൾട്ടാണ് ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ജെർമാനിയത്തിന് 0.3 വോൾട്ടാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഈ V0-ൻ്റെയും ഈ ID-ൻ്റെയും വാല്യൂ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ രണ്ടും ഫോർവേഡ് ബയസിങ് ആണെങ്കിൽ 0.7 0.3 വെച്ചിട്ട് ചെയ്തുകൂടെ? ഇനി എത്രയാണ്? നമ്മൾ അപ്ലൈഡ് ചെയ്തിട്ട് 7 ആണ്. അപ്പോൾ ഈ റെഡ്യൂസസ് ദ വോൾട്ടേജ്. അപ്പോൾ നെറ്റ് VO എന്ന് പറയുന്നത് എന്തായിരിക്കും? 7 മൈനസ് 0.7 മൈനസ് 0.3. അപ്പോൾ എത്രയാണ്? 6 വോൾട്ടാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുള്ളൂ അല്ലേ? ID, അതായത് കറണ്ട് ടു ഡയോഡ് എന്താണോ? ഇത് സിമ്പിളല്ലേ? എത്ര വോൾട്ടേജ് വന്നിട്ടുള്ളത്? 6V അല്ലേ? ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റൻസ് വരുന്നത്? ആകെ 6 ഓമിൻ്റെ 6 കിലോ ഓമല്ലേ നിങ്ങൾ റെസിസ്റ്റൻസിൽ കാണുന്നുള്ളൂ, വേറെ വല്ലതും കാണുന്നുണ്ടോ? ഇല്ലല്ലോ, റൈറ്റ്. സോ 6, സോ യു വിൽ ഗെറ്റ് 1 മില്ലി ആംപിയർ അല്ലേ? 6 കിലോ ഓം അല്ലേ? എഴുതണ വേണ്ട, 6 പോട്ടെ, 6 കിലോ ഓം അല്ലേ? ക്ലിയർ ആവുണ്ടെന്നിരിക്കുന്നത്? സിമ്പിൾ കാൽക്കുലേഷൻ അല്ലടോ. എത്ര വലിയ സർക്യൂട്ടിൽ ഇത്ര ഉള്ളൂ കാൽക്കുലേറ്റ് ചെയ്യാം, റൈറ്റ്. ഇനി അതേമാതിരി വേറെ സർക്യൂട്ട് വരയ്ക്കട്ടെ. 2.7 വോൾട്ട് നീ വോൾട്ടേജ് ഉള്ള ഡയോഡാണ് കേട്ടോ, റൈറ്റ്. സപ്ലൈ നിങ്ങൾ 7.7 വോൾട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 0.7 കിലോ ഓം റെസിസ്റ്റൻസ് ആണ്, റൈറ്റ്. 2 identical silicon diodes are connected in parallel to a battery of 7.7 volt through a resistance of 0.7 kilo ohm as shown in the figure. Then the ratio of current through the diodes. Sorry. ഓക്കെ, അപ്പോൾ ആദ്യം ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ കറണ്ട് എന്താ വരിക? I is equal to 7.7 നിങ്ങൾ കൊടുത്തു, റൈറ്റ്. അതിൽ നിന്ന് എത്ര വെച്ചിട്ട് നിങ്ങൾ വോൾട്ടേജ് കുറയ്ക്കുക? ഇതും പ്ലസ് ആഡ് ചെയ്യൂ? ഇല്ലല്ലോടോ, 2 ഐഡൻറ്റിക്കൽ, ഇവിടെ 0.7 വോൾട്ടും ഇവിടെ 0.7 വോൾട്ടും. പാരലലാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 0.7 വോൾട്ട് മാത്രം ഒരെണ്ണം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. മനസ്സിലാവുണ്ടോ? ബിക്കോസ് ദേ ആർ പാരലൽ വോൾട്ടേജ് സെയിം ഹേ. So you will take it as what? 0.7 only. So I is equal to V by R 0.7 minus 7.7 minus 0.7, right, divided by R എത്രയാ? 0.7 കിലോ ഓം അല്ലേ, റൈറ്റ്. അപ്പോൾ ഇൻറ്റു 10⁻3. അപ്പോൾ എത്ര വരിക? 10 മില്ലി ആംപിയർ എന്ന ആൻസർ വന്നു. ഏത്? മൊത്തം സർക്യൂട്ടിൽ നിന്ന് പോണ കറണ്ടാണ് കേട്ടോ, റൈറ്റ്. ഇനി ഈ 2 കറണ്ടും ഈക്വലായിട്ടാണ് ഇവർക്ക് ഡിവൈഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ റെസിസ്റ്റൻസും ഈക്വൽ വോൾട്ടേജ് ഡിഫറൻസും ഉള്ള ആൾക്കാരാണ്. സോ ഈച്ച് വിൽ ബി ഗെറ്റിംഗ് 5 മില്ലി ആംപിയർ ഹിയർ ആൻഡ് 5 മില്ലി ആംപിയർ ഹിയർ. അപ്പോൾ ഇവർ തമ്മിലുള്ള കറണ്ട് റേഷ്യോ എന്താണ്? 1:1. ദാറ്റ് ഈസ് I1 I2 is equal to 1:1. ഇഷ്ടം കേട്ടോ? സിമ്പിൾ സർക്യൂട്ടാണ് കേട്ടോ, നിങ്ങളായിട്ട് കോംപ്ലിക്കേറ്റ് ആക്കാൻ തന്നാൽ മതി, റൈറ്റ്. റൈറ്റ്. സോ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്. അതും ഒരു സർക്യൂട്ടിലേക്കാണ്. ജിങ്ക്, റൈറ്റ്. ഒരു 16 വോൾട്ടിൻ്റെയാണ് കേട്ടോ. ഒരു 10 ഓം റെസിസ്റ്റൻസ്, ഇത് 16 വോൾട്ട്, ഇത് 12 കിലോ ഓം ആണോ? അത് അല്ല, 12 ഓം, റൈറ്റ്. പിന്നെ ഒരു ഡയോഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അയ്യോ, താഴ്ത്തി വരയ്ക്കണമായിരുന്നു അല്ലേ? പോട്ടെ, റൈറ്റ്. Then again there is a 12 ohm. This point is X, this point is Y, right. The figure shows in the given figure potential difference between X and Y, right. Resistance of the diode is given as 0, right. Resistance 0 ആണെന്നെങ്കിൽ അത് ഷോർട്ട് ആണെന്നാണ് എൻ്റെ അർത്ഥം, ആണോ?
അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എത്രയാണ് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരുന്നത്. എപ്പോഴും വീഡിയോ പോസ് ചെയ്യുക കേട്ടോ, എന്നിട്ട് തനിയെ ചെയ്യാൻ നോക്കുക. ഐ എന്ന് പറഞ്ഞാൽ എന്താ V/R ആണ് അല്ലേ. V/Rൽ ഇത് എളുപ്പമല്ലോ. നോക്കി, ഈ ഡയോഡിൽ റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെ ഷോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. 12 എന്താ പാരലൽ. 12 പാരലായി കഴിഞ്ഞാൽ എത്രയാണ്? 12/2 6 ഓം വരും അല്ലേ. സോ ദിസ് വിൽ ബി 6 ഓം റൈറ്റ്. അപ്പോൾ 6 ഓം വന്നു. 6 ഓം 10 ഓമോ സീരീസ് 16 ഓം. സോ ഐ വിൽ ബി 16/16, ദാറ്റ് ഈസ് 1 ആംപിയർ നിഷ്ഠിക്കാൻ കഴിഞ്ഞു അല്ലേ. അപ്പോൾ 1 ആംപിയർ ആണ് എന്ത് ഈ അക്രോസ് വരുന്ന കറണ്ട്. ഏത് ഇത് കൂടെ വരുന്ന കറണ്ട് 1 ആംപിയർ ആണ് അല്ലേ. ക്ലിയർ. അപ്പോൾ 6 ഓമിൽ കൂടെ വരുന്നത് എത്രയാണ്? 1 ആംപിയർ ആണ്. റൈറ്റ്. ക്ലിയർ. സോറി, കഴിഞ്ഞു കാര്യം. റൈറ്റ്. ഈ 1 ആംപിയർ കൊണ്ട് എത്ര വോൾട്ട് വരും? 6 വോൾട്ട് വരും. പക്ഷെ എന്തൊരു കഷ്ടം അത്. ഓക്കെ. ഔച്ച്. എന്തോ ഒരു പ്രശ്നം വന്നല്ലോ. 6 വോൾട്ട് നമുക്കിപ്പോൾ ഓരോന്നല്ലേ. സോറി എനിക്ക് തോന്നി. നമുക്ക് ഇവിടെ 12 ഉണ്ട്, പിന്നെ ഒരു 12 അല്ലേ റൈറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് 1 ആംപിയർ വരുമ്പോൾ 1 ആംപിയർ ഇവിടെ 0.5 ആംപിയർ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യും, 0.5 ആംപിയർ ഇവിടെയും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ശരി തന്നെയാണ് അല്ലേ. അപ്പോൾ 0.5 വരുമ്പോൾ ഇവിടെ വോൾട്ടേജ് എത്രയാണ് വരിക? വോൾട്ടേജ് V/IR അല്ലേ. 1/2 × 12 ദാറ്റ് ഈസ് 6 വോൾട്ട് എന്ന് വരും. ശരിയാണ്. ഓക്കെ. സോ ദിസ് വിൽ ബി 6 വോൾട്ട്, ദിസ് വിൽ ബി 6 വോൾട്ട്. ഓക്കെ. ഞാനിങ്ങനെ കറകുറായിട്ട് എഴുതുന്നുണ്ടായാലും നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ ഒക്കെ ഇങ്ങനെ കറകുറൊക്കെ തന്നെ വരിക കേട്ടോ. ഓക്കെ. ഇനി അതേമാതിരി വേറെ സർക്യൂട്ട് വരയ്ക്കട്ടെ. ഒരു റെസിസ്റ്റൻസ് R ഉണ്ട്, ഒരു ഡയോഡ് ഹേ, സപ്ലൈ ഹേ, ഒരു 1.5 വോൾട്ട് 1.5 വോൾട്ട് ഡയോഡ്, 0.3 വോൾട്ട് നീ വോൾട്ടേജുള്ള ഡയോഡ്, ഒരു റെസിസ്റ്റൻസ് R. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാൻ ശ്രദ്ധിക്കുക. എ ഡയോഡ് ഹാവിങ് മാക്സിമം പവർ റേറ്റിംഗ് ഓഫ് 90 മില്ലി വാട്ട്, 90 മില്ലി വാട്ട്, right, is connected with a resistance R as shown in the figure. If the diode is having a constant voltage drop of 0.3 volt at all currents, the value of R for obtaining maximum current ഉണ്ടാവാനുള്ള വോൾട്ടേജ് ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. പവറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ തലയിൽ വരേണ്ടത് P = VI അല്ലേ. റൈറ്റ്. അപ്പോൾ I = എന്താ? P/V അല്ലേ. അപ്പോൾ ആ സർക്യൂട്ടിൽ ഒഴുകാവുന്ന കറണ്ട് കിട്ടും. ആ പോട്ടെ. അപ്പോൾ P എത്രയാണെന്നുള്ള 90 മില്ലി വാട്ട് എന്ന് പറഞ്ഞാൽ 10⁻³ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എത്രയാണ്? 0.3 വോൾട്ട്. അത്രയല്ലേ ഈ റെസിസ്റ്റർ കൂടെ പോകാൻ പറ്റുള്ള ഡയോഡ് കൂടെയുള്ള കറണ്ട് അറിഞ്ഞൂടെ? എത്രയാണ്? 0.3 ആംപിയർ ആണ് നമ്മൾ ഡയോഡ് ചേട്ടൻ്റെ കൂടെ പോണത് അല്ലേ. ഡയോഡിൽ കൂടെ പോണ കറണ്ട് തന്നെയല്ലേ ഈ റെസിസ്റ്റർ കൂടെയും പോവുക. ഡിഷ് അല്ലേ. അപ്പോൾ R = റെസിസ്റ്റർ വോൾട്ടേജ് അക്രോസ് ഇറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അക്രോസ് ഇറ്റ് അല്ലേ. ക്ലിയർ ആവുന്നത് നിൽക്കുന്നേ. എത്രയായിരിക്കും നമ്മുടെ എന്തുവാണേ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ? ഇതൊന്നും ചെറുതാക്കട്ടെ ഞാൻ. വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എത്ര വരിക? അതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അവിടെ അതാണ് താരം ഡോ. ഈ റെസിസ്റ്ററിൻ്റെ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവർ പോയിന്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അല്ലെങ്കിൽ എനിക്ക് പറയാം ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡയോഡ് ആൻഡ് ദ സപ്ലൈ. 0.3 വോൾട്ട് ഇതെന്താ? ഫോർവേഡ് ബയസിങ് ആണ്. അപ്പോൾ 1.5 നിന്ന് 0.3 വോൾട്ട് പോയി കഴിഞ്ഞാൽ മിച്ചം വരുന്ന എത്രയാണ്? 1.2 വോൾട്ടാണ് ഇത് വോൾട്ടേജ് ഡിഫറൻസ് അക്രോസ് റെസിസ്റ്റർ R, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് R, അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് R ഡിവൈഡഡ് ബൈ 1.2 ഡിവൈഡഡ് ബൈ 0.3 എടുക്കുമ്പോൾ 4 ഓം എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ. സിമ്പിൾ ഹെന റൈറ്റ്. ഇനി അടുത്ത് ഇതേമാതിരി സർക്യൂട്ടൊക്കെ നല്ല മാലപ്പടക്കന്മാരുണ്ടാവും റൈറ്റ്. ഇത് 2 ഓം, ഇത് ഡയോഡ് ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ്റെ ശബ്ദം, സോറി. ഇത് 2 ഓം, ഇതും 2 ഓം ആട്ടോ റൈറ്റ്. ഇത് സപ്ലൈ റൈറ്റ്. ഇത് 6 വോൾട്ടാന്ന് വിചാരിക്കും. ഇത് കൂടെ പോകണ കറണ്ട് IA. വേറെ ഒന്നുമില്ലല്ലോ പാരാമീറ്റർ. ഇത് D1 ആണെങ്കിൽ ഇത് D2. ഓക്കെ. ഇനി വേറെ അതേമാതിരി വേറെ സർക്യൂട്ടും കൂടി വരച്ചിട്ടുണ്ട്. വൃത്തിയൊക്കെ എത്ര മതിയിട്ടാ. ഓക്കെ. ഇത് 6 വോൾട്ട്, ഇത് IB കറണ്ട് റൈറ്റ്. D2, ഇത് D1,
the 2 ohm, 2 ohm, right? If IA and IB are the current flowing through the two circuits as shown in the figure, the ratio of IA by IB, രണ്ട് സിനാരിയോസ് ആണ് കേട്ടോ, റൈറ്റ്? രണ്ടും ഇങ്ങനെ തന്നെയല്ലേ? ഇത് സോറി. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നി രണ്ടും ഒരേ സർക്യൂട്ടായല്ലോ, റൈറ്റ്? ഇവിടെ ഒരാൾ തിരിച്ച് കണക്ട് ചെയ്തിരിക്കുക, ദാറ്റ് ഇസ് T2 ഇസ് റിവേഴ്സ് കണക്ട്. ഓക്കെ, അപ്പോൾ നോക്കിയേ ഈ സർക്യൂട്ട്, ഫസ്റ്റ് ഈ സർക്യൂട്ട് നോക്കാം. ഇതിൽ D1ഉം D2ഉം ഫോർവേഡ് ബയസ്ഡ് ആണ്. ഫോർവേഡ് ബയസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എനിക്ക് ഇവരെ ഷോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഞാനിതിൽ വായിക്കണം കേട്ടോ, റൈറ്റ്? കേട്ടോ. അപ്പോൾ ഈ 2 ഓം 2 ഓം എന്താ പാരലായി, അപ്പോൾ 1 ഓമേ ഉള്ളൂ അല്ലേ? 1 ഓമേ ഉള്ളൂ, 6 വോൾട്ട് ഉണ്ട്. അപ്പോൾ എത്ര കറണ്ട് വരെ? IA എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? IA is equal to 6/1, that is 6 ampere അല്ലേ? അത് കറണ്ട് ഇലക്ട്രിസിറ്റി നല്ല വൃത്തിയിൽ ക്ലാസ് കിട്ടിയവർക്കൊക്കെ സുഖമായിട്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും, റൈറ്റ്? ഇനി ഇവിടെ നോക്കാം, ഈ സർക്യൂട്ടിൽ D2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആണ്. റിവേഴ്സ് ബയസ്ഡിലെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റിയാണ്, ഓർ ഐ ക്യാൻ സേ ഇറ്റ് ഇസ് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ ഈ ബ്രാഞ്ചേ ഇല്ല എന്ന് വിചാരിക്കണം, റൈറ്റ്? പക്ഷേ D1 ഫോർവേഡ് ബയസ്ഡ് ആണല്ലോ, അപ്പോൾ അയാൾ എന്താണ്, ഷോർട്ട് മാരിയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ വയ്ക്കും. അപ്പോൾ ഈ സർക്യൂട്ടിൽ ഇപ്പോൾ 2 ഓമേ ഉള്ളൂ, 6 വോൾട്ടേജും അല്ലേ? അപ്പോൾ 3 ആംപിയർ ആണ് അല്ലേ? 3 ആംപിയർ ആണ് കറണ്ട് പോവുക അല്ലേ? 6/2. അപ്പോൾ IA എന്ന് പറയുന്നത് 6 ആംപിയറും IB എന്ന് പറയുന്നത് 3 ആംപിയർ ആണെങ്കിൽ IA/IB എത്ര വരിക? 2. അത്രയുള്ളൂ. എന്താ നല്ല ഭംഗിയുള്ള സർക്യൂട്ടുകളാണെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമില്ല. ഇനി ഏതാ ക്വസ്റ്റ്യൻ വേണ്ടേ? നോക്കട്ടാ, ഫോർവേഡ് ബയസ്ഡിങ് ആണോ അത്? അതേലോ. അത് എളുപ്പമാണ് അല്ലേ? ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ സർക്യൂട്ട് വായിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുക. രാമായണം വരേണ്ട ക്വസ്റ്റ്യൻ, സാധനം ഒന്നുമില്ല. Okay, now the junction diode is connected through a resistance R, right, to a power supply E, which is equal to 6 volt. എഴുതുന്നില്ല, 6 volt, right? The new voltage of the diode is 0.8 volt, right? The current required to go above the new voltage is 1.5 milliampere. അതായത് ഇത്ര മിനിമം പോയാൽ മാത്രമേ ഡയോഡ് വർക്ക് ചെയ്ത് തുടങ്ങുള്ളൂ, right? What is the value? Work ചെയ്യില്ല, acts as a perfect conductor. What is the value of R so that the voltage is above knee voltage, right? അപ്പോൾ നോക്കിയേ, ഞാൻ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? 6 അല്ലേ? അതിൽ നിന്ന് ഫോർവേഡ് ബയസിങ് ആകുമ്പോൾ 0.8 വോൾട്ട് കുറഞ്ഞിട്ടാണല്ലോ ഇരിക്കുക, റൈറ്റ്? എഫക്റ്റീവ് വോൾട്ടേജ് കുറയ്ക്കും അല്ലേ, റൈറ്റ്? ദാറ്റ് ഡിവൈഡഡ് ബൈ R is equal to I through the circuit അല്ലേ? ഈ I നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? നമുക്ക് എത്ര തന്നിട്ടുണ്ട്? ഇപ്പോൾ 1.5 മില്ലി ആംപിയർ ഒഴുകേണ്ടതാണ്. അപ്പോൾ 1.5 × 10⁻³ അല്ലേ? അപ്പോൾ RL കണ്ടുപിടിക്കുകയാണല്ലോ, ഞങ്ങൾ കണ്ടുപിടിക്കും, റൈറ്റ്? ഏതാണ്ട് 3.5 കിലോ ഓം, റൈറ്റ്? രാമായണം വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ സാധനം വളരെ സിമ്പിളാണ്, അതുകൊണ്ട് ഞാൻ എടുത്തു എന്നുള്ളൂ, റൈറ്റ്? ക്ലിയർ? ഇനി ഒരു ജനറൽ ഡയോഡിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഇത് 10 വോൾട്ടിൻ്റെ കേട്ടോ. ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇത് R1. ഒരു സെനർ ഉണ്ട്, റൈറ്റ്? ഇത് 5 വോൾട്ടിൻ്റെ. ഓക്കെ, ഇത് R2. ഓക്കെ, right? You are asked what is the current through R2 in the circuit. R1 value 500 ohm തന്നിട്ടുണ്ട്, R2 വാല്യൂ 1 കിലോ ഓം തന്നിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളസ്റ്റ് സാധനമാണ്. സെനർ ഡയോഡിൻ്റെ പ്രത്യേകത എന്താണ്? അത് എപ്പോഴും അത് സെനർ വോൾട്ടേജിൽ മാത്രം വർക്ക് ചെയ്യണം. റിവേഴ്സ് ബയസിങ് ആണ്. നോക്കി, ഇത് റിവേഴ്സ് ബയസിങ് ആണോ നോക്കി? അതേലോ. പോസിറ്റീവ് is connected to negative, so it is reverse bias, so it will function only at a constant voltage of VZ, which is given as 5 volt. അപ്പോൾ ഇതിന് ശേഷം കണക്ട് ചെയ്യണ എല്ലാവർക്കും എത്രയാണ് കിട്ടുക? 5 വോൾട്ടാണ് കിട്ടുക, അതല്ല വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റെസിസ്റ്ററിന് എത്രയാണ് കിട്ടുക? 5 വോൾട്ടാണ് കിട്ടുക. സോ കറണ്ട് ത്രൂ R2 എന്താ വരിക?
I is equal to V by R. So 5 divided by 1 kilo ohm എന്ന് പറഞ്ഞാൽ 10 to power 3 അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക 5 മില്ലി ആംപിയർ ആയിരിക്കും ഈ സെക്ഷനിൽ പോകുക. ക്ലിയർ ആയാ? റൈറ്റ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? റൈറ്റ്, ക്ലിയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ, അടുത്ത ഇച്ചിരി വലുതാണെങ്കിൽ സാധനം സിമ്പിളാട്ടാ, ജനറിൻ്റെ തന്നെയാണ് കേട്ടോ. റൈറ്റ്, ദിസ് ഇസ് 5 kilo ohm. Right, this is a Zener diode. Right, now let's connect it to a load resistance of 10 kilo ohm. There is a current IL. Right, the RL ആണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. RL ഇത് കൂടെ current IZ. Right, 50 volt is the general voltage of it. This is 5 kilo ohm resistance. Right, and you are giving a supply of 120 volt. Right, you are asked what is the value of I, which is this one, and IL, which is this one, and you are asked what is the value of IZ. ഈ മൂന്ന് കറണ്ടാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയാ? അപ്പോൾ സർക്യൂട്ട് ഒന്ന് ചെറുതാക്കുകയാണ് കേട്ടോ. ഇതാണല്ലേ, സോറി തെറ്റിപ്പോയി. റൈറ്റ്, അപ്പോൾ ചെയ്യണത് ശ്രദ്ധിച്ച് നോക്കാം. നമുക്കറിയാം എന്താണ് വോൾട്ടേജ് അക്രോസ് R എത്ര വരിക, ഇതിൻ്റെ അവിടെയുള്ള വോൾട്ടേജ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമുക്ക് 50 വോൾട്ടാണ് ഇതിൻ്റെ ഇപ്പുറം ഈ സൈഡിലുള്ളത് അല്ലേ, ജനർ തരുന്നത്. ഇത്രയും സെക്ഷനിൽ മുഴുവൻ 50 വോൾട്ടാണ് വരിക. പിന്നെ ഇപ്പുറം കിടക്കുന്നത് 120 വോൾട്ടാണ്. ഇങ്ങോട്ട് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് ഈസ് 120 മൈനസ് 50 അല്ലേ. സോറി, ഓക്കെ, റൈറ്റ്, ദാറ്റ് ഈസ് 70 വോൾട്ട്. റൈറ്റ്, ക്ലിയർ ആവുണ്ട് വിചാരിക്കുന്നത്? റൈറ്റ്, അത് സന്തോഷമായി. അപ്പോൾ ദാറ്റ് ഇസ് വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ കിട്ടി. അപ്പോൾ കറണ്ട് അക്രോസ് റെസിസ്റ്റർ എന്തായിരിക്കടോ? 70 ഡിവൈഡഡ് ബൈ അതിൻ്റെ റെസിസ്റ്റൻസ് എത്ര? 5 kilo ohm അല്ലേ. സോ 5 to power 3 യു വിൽ ഗെറ്റ് എത്ര? 14 മില്ലി ആംപിയർ കിട്ടി കറണ്ട് അക്രോസ് ദ റെസിസ്റ്റർ. ഐ കിട്ടി. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണ് വരിക? ജനറൽ ശേഷം വരുമ്പോൾ നമുക്ക് 550 വോൾട്ട് അല്ലേ വരുന്നത്. അപ്പോൾ IL എന്തായിരിക്കും? 50 ഡിവൈഡഡ് ബൈ 10 kilo ohm, ദാറ്റ് ഇസ് 10 into 10 to power 3. അപ്പോൾ നമുക്ക് 5 മില്ലി ആംപിയർന്ന് ആർക്ക്? IL-ഉം കിട്ടി. റൈറ്റ്, അപ്പോൾ ജനർ കൂടെ കറണ്ട് നോക്കിയാലോ, എളുപ്പമല്ലേ. ഇവിടെ നിന്ന് മൊത്തം വരുന്നത് 14 മില്ലി ആംപിയറും ഈ ഭാഗത്ത് 5 മില്ലി ആംപിയറാണ് വരുന്നതെങ്കിൽ ജനർ കൂടെ ഒഴുകണ കറണ്ട് എത്രയായിരിക്കും? 14 നിന്ന് 5 പോയ 9 മില്ലി ആംപിയർ ആയിരിക്കും. Total current is 14 milliampere. A part of it has grown for resistance which is 5 milliampere. So the rest of them must have passed through the Zener which is 9 milliampere. Clear ആയാ? ഇതോടെ ഞാൻ ജനറിൻ്റെ സെക്ഷൻ നിർത്താണ് കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കേസസിലെ നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ചെയ്യിക്കുകയാണ്. ക്ലിയർ? റൈറ്റ്, ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ സെക്ഷനിലേക്കാണ് പോകേണ്ടത്. റൈറ്റ്, ട്രാൻസിസ്റ്ററിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. നല്ലൊരു ക്വസ്റ്റ്യന് വേണ്ടി തപ്പി നടക്കുന്നു. നല്ലൊരു ക്വസ്റ്റ്യൻ വേണമല്ലോ. 3 കാണുന്നത് ഏതാ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, വേഗം പറഞ്ഞു പോകുക കേട്ടോ. യു ആർ ഗിവൺ കറണ്ട് ഗെയിൻ ഓഫ് എ ട്രാൻസിസ്റ്റർ ഇസ് ഗിവൺ ആസ് 49 കോമൺ എമിറ്ററിൽ കേട്ടോ. റൈറ്റ്, അപ്പോൾ ബീറ്റ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? 49 ആണ് തന്നിട്ടുണ്ട്. ആൻഡ് എമിറ്റർ കറണ്ട് ഇസ് ഗിവൺ ആസ് 1 മില്ലി ആംപിയർ. യു ആർ ആസ്ക്ഡ് വാട്ട് ഈസ് ബേസ് കറണ്ട്. സിമ്പിൾ അല്ലോടോ. ബീറ്റ ഇസ് ഈക്വൽ ടു IC ബൈ IB അല്ലേ. അപ്പോൾ പക്ഷേ നിങ്ങൾ പറയും എന്താ അല്ലേ, ബീറ്റ IC ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ നിങ്ങൾ പറയും IC തന്നിട്ടില്ലല്ലോ. IC എന്താണ്? IE ഇസ് ഈക്വൽ ടു, ഓർമ്മ ഉണ്ടോ? IE ഇസ് ഈക്വൽ ടു IC പ്ലസ് IB ആണ്. ബേസ് കറണ്ട് തന്നിട്ടുള്ള സ്ഥിതിക്ക് അല്ലെങ്കിൽ ചോദിച്ച സ്ഥിതിക്ക് അതിന് 0 എന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. റൈറ്റ്, അപ്പോൾ എനിക്ക് IC ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? IE മൈനസ് IB ഡിവൈഡഡ് ബൈ IB. ബീറ്റ തന്നിട്ടുണ്ട്, IE തന്നിട്ടുണ്ട്, IB കണ്ടുപിടിക്കാവുന്നുള്ളൂ. ക്ലിയർ? കാൽക്കുലേഷൻ തന്നെ ചെയ്യട്ടെ. ഏതാണ്ട് 20 മൈക്രോ ആംപിയർ ആണ് ആൻസർ കിട്ടുക. റൈറ്റ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഒരു NPN ട്രാൻസിസ്റ്റർ ഉണ്ട്. അതിൻ്റെ കളക്ടർ കറണ്ട് ഇസ് ഗിവൺ ആസ് 22 milliampere. AC is given as 22 milliampere, and it is said that 90% of the electrons reach what? Electron reach collector. റൈറ്റ്, 90% ഇലക്ട്രോൺസും കളക്ടറിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബേസ് കറണ്ട് എന്താണെന്നാണ് ചോദ്യം. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ സിമ്പിളാണ്.
അതായത് IE അല്ലേ, 100% ഇലക്ട്രോൺസും എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും IE = IC അല്ലേ. 90% എത്തിയിട്ടുള്ളൂ, അതായത് 90% ഓഫ് IE കറണ്ട് ഈസ് ഈക്വൽ ടു കളക്ടർ കറണ്ട്, റൈറ്റ്. അപ്പോൾ 90 അതാണ് നമുക്ക് കളക്ടർ കറണ്ട് എത്ര തന്നിട്ടുള്ളത്, 22 മില്ലി ആംപിയർ അല്ലേ, അതായത് 10⁻³ ആംപിയർ. അതിൽ നിന്ന് എനിക്ക് എമിറ്റർ കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. എമിറ്റർ കറണ്ട് വിൽ ബി 22 220/9 മില്ലി ആംപിയർ എന്ന് എഴുതായിരിക്കും നല്ലല്ലേ, അല്ലേ, റൈറ്റ്. അപ്പോൾ IB എന്താണ് ഉണ്ടാവുക, റൈറ്റ്. IB നോക്കിയേ, അത് എളുപ്പമാണ് കേട്ടോ. ഇതാണ് NPN ട്രാൻസിസ്റ്റർ എന്ന് വിചാരിക്കാം അല്ലേ. ഇത് എമിറ്റർ, ഇത് ബേസ്, കളക്ടർ. NPN PNP അതിലാവട്ടെ. എമിറ്ററിൻ്റെ 90% കളക്ടറിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 10% ആരായിരിക്കും വലിച്ചിട്ടുണ്ടാവുക, ബേസല്ലേ വലിച്ചിട്ടുണ്ടാവുക, റൈറ്റ്. സോ IB ഈസ് 10% ഓഫ് എമിറ്റർ കറണ്ട്, റൈറ്റ്. അപ്പോൾ എമിറ്റർ എത്ര, 220/9 മില്ലി ആംപിയർ അല്ലേ, 22/9 ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ 2.44 മില്ലി ആംപിയർ ഇസ് ദ ആൻസർ. ദാറ്റ് ഈസ് എ ബേസ് കറണ്ട് അല്ലേ. എന്താ സാധനങ്ങളൊക്കെ ചുരുക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്, റൈറ്റ്. ക്ലിയർ. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്തതാണ് കേട്ടോ. ഒരു transistor, a transistor with alpha is equal to 0.99 is operated in common emitter circuit with load resistance 10 kilo ohm, right. If the dynamic resistance of the emitter base junction is 100 ohm, right, adalla question uddeshichathu, adalla okay, right. Dynamic resistance okay endu ഞാൻ പറഞ്ഞത്, okay. Okay, dynamic resistance of RD of the emitter junction is given as 100 ohm. The voltage gain you are asked what is AV, right. Clear. അപ്പോൾ AV നമുക്കറിയണം, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. AV അതാണല്ലേ, ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരാമെന്നാണ് നോക്കിയത്. ഓക്കെ, അല്ല ഇതിന്നൊക്കെയല്ല, ഞാൻ പെട്ടെന്ന് ഓക്കെ. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ആൽഫയാണ് കേട്ടോ, ബീറ്റ അല്ല തന്നിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് ബീറ്റയാണെന്ന് വിചാരിച്ചു. അപ്പോൾ കോമൺ എമിറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ആൽഫ ഒരിക്കലും പറയില്ല. കോമൺ എമിറ്റർ സർക്യൂട്ടിൽ നമ്മൾ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് എന്താ, ബീറ്റയാണ്. അപ്പോൾ ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആൽഫ എന്ന് പറഞ്ഞാൽ ഇസ് ആക്ച്വലി ദ കറണ്ട് ഗെയിൻ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ്, റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, റൈറ്റ്. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുത്തോളാം അല്ലേ. അതായത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല, എനിക്കും പെട്ടെന്ന് മനസ്സിലായില്ല കേട്ടോ. ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ആൽഫ ഒരിക്കലും കോമൺ എമിറ്ററിൽ പറയില്ല. ആൽഫ ഇസ് ദ കറണ്ട് ഗെയിൻ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ചോദ്യം ഇതാണ് പറയണത്. ആൽഫ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അർത്ഥം ഈ ട്രാൻസിസ്റ്ററിനെ ഞാൻ കോമൺ ബേസിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ കറണ്ട് ഗെയിൻ 0.99 ആണ്. എന്നിട്ട് ഞാനിപ്പോൾ ഇതിനെന്തായിട്ട് വർക്ക് ചെയ്യിക്കാൻ പോവുക, കോമൺ എമിറ്റർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ പോവുക. ദാറ്റ് ഈസ് വി ആർ ഗോയിങ് ടു ഗ്രൗണ്ട് എമിറ്റർ. ആദ്യം ബേസ് ആയിരുന്നു ഗ്രൗണ്ട് ചെയ്തതെന്ന്, ഇപ്പോൾ എമിറ്ററിനെ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ ഈ ഇന്ന പാരാമീറ്ററിൽ വന്നു. അങ്ങനെയാണെങ്കിൽ പുതിയ വോൾട്ടേജ് ഗെയിൻ എന്താണെന്നാണ് ചോദ്യം. ക്ലിയർ, റൈറ്റ്. ട്രാൻസിസ്റ്റർ വിത്ത് ആൽഫ is given 0.9 is operated in common emitter circuit. അപ്പോൾ ആദ്യം എന്തായിരുന്നു, കോമൺ ബേസിൽ വർക്ക് ചെയ്തപ്പോഴാണ് ആൽഫേൻ്റെ വാല്യൂ കിട്ടിയത്, റൈറ്റ്. ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ് ഇസ് ഗിവൺ ഇഫ് ദ ഡൈനാമിക് റെസിസ്റ്റൻസ് ഇസ് 100 ohm, ദ വോൾട്ടേജ് ഗെയിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ബീറ്റ തന്നിട്ടില്ല. സോ റൈറ്റ് ഡൗൺ ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ. കോമൺ ബേസും കോമൺ എമിറ്ററും തരുന്ന ഒരു റിലേഷനാണത്. ബീറ്റ ഇസ് ഈക്വൽ ടു 1 - ആൽഫ. ഇത് നീറ്റിന് മാത്രം ആവശ്യമുള്ളൂ കേട്ടോ, ഇതിന് ഡെറിവേഷൻ ആവശ്യമില്ല. ബീറ്റ ഇസ് ദ കറണ്ട് ഗെയിൻ ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ, ആൽഫ ഇസ് ദ കറണ്ട് ഗെയിൻ ഇൻ ദ കേസ് ഓഫ് കോമൺ ബേസ് കേട്ടോ. അപ്പോൾ ബീറ്റ നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ആൽഫ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ്, 0.99. 1 - 0.99 ചെയ്ത് കഴിഞ്ഞാൽ 99 എന്ന് പറഞ്ഞിട്ട് ബീറ്റ കിട്ടി. ഇനി എളുപ്പമല്ലേ, വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ബീറ്റ ഇൻറ്റു വാട്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ലേ. ക്ലിയർ. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് നമുക്ക് എത്രയാണ്,
അല്ലേ ലോഡ് റെസിസ്റ്റർ എന്ന് പറയാം 10 കിലോ ഓം. ഡൈനാമിക് റെസിസ്റ്റർ ഓഫ് ദ എമിറ്റർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ബേസ് എമിറ്റർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് 100 ഓം തന്നിട്ടുണ്ട്, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 10 കിലോ ഓം തന്നിട്ടുണ്ട്, ബീറ്റ നിങ്ങൾ 99 ആയിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ യു ക്യാൻ ഫൈൻഡ് ദ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് എ വി വിച്ച് ഇസ് അറൌണ്ട് 9900 വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ റൈറ്റ്? ആ ക്വസ്റ്റ്യൻ ഇത്തിരി വളഞ്ഞു കേട്ടോ, ഞാൻ ശരിക്കും എനിക്ക് അർത്ഥം മനസ്സിലായി പെട്ടെന്ന് ചൂടാ. ഓക്കെ, ഇത് വേറെ ക്വസ്റ്റ്യൻ നോക്ക്. എ ചേഞ്ച് ഓഫ് 0.2 മില്ലി ആംപിയർ ഇൻ ദ ബേസ് കറണ്ട്. അപ്പോൾ ഡെൽറ്റ ഐ ബി തന്നിട്ടുണ്ട്. ഡെൽറ്റ ഐ ബി ഞാനിങ്ങനെ പറയാൻ നിൽക്കണ്ടല്ലേ, ഞാനിത് പറഞ്ഞു പോവാം. എന്നിട്ട് ഐ വിൽ റൈറ്റ് കറസ്പോണ്ടിംഗ്ലി which is given as how much 0.2 milliampere. A change in base current causes a change of 5 milliampere in the collector current, right? 0.5 okay. Collector for a common emitter amplifier, if the input is 2 kilo ohm and its voltage, the input resistance if the input resistance is 2 kilo ohm, right, and the voltage gain is 75, the load resistor used, that is the output resistor. അത് എളുപ്പമല്ലടോ, നമുക്ക് വേഗം പറഞ്ഞുതരാം. ബീറ്റ കണ്ടുപിടിക്കുക. എ ബി is equal to ബീറ്റ ഇൻറ്റു ആർ എൽ ബൈ ആർ ഐ അല്ലേ ആർ എൽ ബൈ ആർ ഐ അല്ലെങ്കിൽ ആർ ഒ ബൈ ആർ ഐ. പിന്നെ അതിന്ന് കണ്ടുപിടിച്ചോളൂ. പക്ഷേ ഞാൻ നല്ല ക്വസ്റ്റ്യനാണെന്ന് വിചാരിച്ചു. പ്ലീസ് സമയം പോയത് മിച്ചം. ഓക്കെ, ഇങ്ങനൊരു സർക്യൂട്ട് തന്നിരിക്കുകയാണ് കേട്ടോ. ബൂളിയൻ ഇക്വേഷന്മാർ ആലോചിച്ചാൽ മതി. ഇങ്ങനൊരു സർക്യൂട്ട് തന്നിരിക്കുക നമ്മുടെ ലോജിക് ഗേറ്റ് വെച്ചിട്ട്. Right, ഇത് A, ഇത് B, and there is another C. Right, you are asked to write a Boolean equation. Boolean equation എന്ന് എഴുതാന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഇപ്പോൾ ഞാൻ എഴുതാൻ പോകണം. Boolean equation എഴുതാൻ പോകാം. എൻ്റെ A ബാർ പുറത്തേക്ക് വരുമ്പോൾ ഇത് B പ്ലസ് C വരും അല്ലേ. ഇതിനെ ആൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണോ A ഇൻറ്റു B പ്ലസ് C. കഴിഞ്ഞ ആൻസർ കേട്ടാ. ക്ലിയർ? സിമ്പിളാണോ ലോജിക് ഗേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സുന്ദരമാണ്. ഓക്കെ, ക്ലിയർ? ഇനി അതേമാതിരി വേറൊരു ക്വസ്റ്റ്യൻ നോക്കട്ടാ. നിങ്ങൾക്കൊരു സർക്യൂട്ട് വന്നിട്ടുണ്ട്, ഇൻപുട്ട്സ് വന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താവും എന്നാണ് ചോദ്യം കേട്ടോ. ഇത് എ, ഇത് ബി, ഞാൻ എന്തോരം നേരം ശബ്ദമില്ലാണ്ടിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് വൈ. ഓക്കെ, ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് എക്സ് ഡാഷ്, അതിലോട്ട് വൈ ഡാഷ് എന്നൊക്കെ തന്നിട്ടുണ്ട്. എ ബി എം ഇൻപുട്ടുകൾ തന്നിരിക്കുകയാണ് കേട്ടോ. എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് ട്രൂത്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇത് എ, ഇത് ബി, ഇത് ഐഷ്, ഇത് വൈ. A 1 1 0, B 0 1 0. You're asked what will the output y എന്തൊക്കെ 3 വാല്യൂസ് വരും. ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ രണ്ടാമത് വരച്ചിട്ടാണ് എഴുതണം കേട്ടോ. സോറി ഫോർ ദ വെയിറ്റ് എന്നല്ല, ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും പോട്ടെ, സോറി. ഇവിടെ ഞാൻ ആൻഡ് ഗേറ്റ് വരയ്ക്കാൻ പറഞ്ഞു, ഞാൻ ആൻഡ് ഗേറ്റ് അവിടെ വരച്ച് വെച്ചത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഫസ്റ്റ് കോമ്പിനേഷൻ ഇട്ട് ഓക്കെ 1ഉം 0 അല്ലേ. അപ്പോൾ ഈ 1 തന്നെ ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്യണം, ഇവിടെ 0 ക്യാരി ഫോർവേഡ് ചെയ്യണം. ഫിഗറിലേക്ക് നോക്കാം കേട്ടോ. 1ഉം 0 ആൻഡ് ഗേറ്റിൽ കൊടുക്കുമ്പോൾ 1 ആണ് വരിക. ഒന്ന് പഠിപ്പിച്ച് നോക്കുക. ഇത് 1 ആയിരിക്കും, ഇതും 1 നാൻഡ് ഗേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 തന്നെയാണ് വരിക അല്ല, 1 അല്ല സോറി 0 ആണ് വരിക റൈറ്റ്. എന്നാൽ ഇവിടെ എന്താ 1 വരിക. 0 1ഉം നാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഔട്ട്പുട്ട് 1. സോ യു വിൽ ഗെറ്റ് 1 ഹിയർ റൈറ്റ്. ഒരു കാര്യം ബാക്കിയൊക്കെ മാച്ചവായ എന്നിട്ട് പിന്നെ എഴുതാം. അപ്പോൾ വൈൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്താ 1 കേട്ടോ. ഇനി നോക്കിയാൽ എയും ബിയും എന്താ 1ഉം 1 ആക്കാനാണ് പറഞ്ഞത്. 1ഉം 1 ക്യാരി ഫോർവേഡ് ഇവിടെ 1 വന്നു, ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ 0 ആണ് വരിക. 0 ക്യാരി ഫോർവേഡ് ടു ഹിയർ 0 0, ഇവിടെ 1 അല്ല വരണം, ബീൻ്റെ 1 1 0 എന്ന് വരുമ്പോൾ 1 ഇവിടെ വരണം. 0 1 എന്ന് വരുമ്പോൾ 1 എന്ന് വരണം. 1 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് വരും. സോ ദ ഔട്ട്പുട്ട് ഇസ് 0 റൈറ്റ്. അപ്പോൾ എന്തായിരുന്നു ഇവിടെ 0 അല്ലേ. ഇതൊരു റബ്ബർ എടുത്ത് ഞാൻ
ഇവിടെ 1 ഇവിടെ 0. ഓക്കെ, സോറി. ഇനി രണ്ട് സ്ഥലത്തും 0 ഔട്ട്പുട്ട് അല്ല ഇൻപുട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ 0 ഇവിടെ 0 ഇവിടെ 0 0 0 ഇൻപുട്ട് കൊടുത്താൽ 1 1 ആണ് വരിക. 1 0 വന്നു കഴിഞ്ഞാൽ 1 1 ഹിയർ. സോ 1 1 ആൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0. സോ ദിസ് വിൽ ബി ദ ആൻസർ. ക്ലിയർ? ട്രാൻസിസ്റ്ററിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നമുക്ക് തന്നിട്ടുള്ള സിസ്റ്റം ഇത് 500 കിലോ ഓം ആണ്. Right, here V1 voltage is given and IB current. So obviously this is a common emitter amplifier in the section ആണ് കേട്ടോ. അപ്പോൾ ഇത് NPN transistor, the emitter, this is base and this is collector, right? Okay, resistor ഇവിടെ ഉണ്ട് 4 kilo ohm resistance, right? And since it is connected to C, the current which is flowing through here will be IC, right? Now let's say this voltage is 20 volt, അതായത് VC അല്ലെങ്കിൽ VCC എന്ന് പറഞ്ഞിട്ട് എടുക്കണം. താഴേക്ക് കൊണ്ടുവരായിരുന്നില്ല. ഇത്രയാണ് നമുക്ക് സർക്യൂട്ട് തന്നിട്ട്. ആൻഡ് ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് VBE is equal to 0, സിമിലർലി VCE is equal to 0. അതായത് ബേസ് എമിറ്റർ ജംഗ്ഷനിൽ വന്ന വോൾട്ടേജും 0 ആണ്, VCEയും 0 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കറണ്ട് ഗെയിൻ, റൈറ്റ്? ഇത്രയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഒന്ന് മാച്ച് കളയാനുള്ള കുഴപ്പമില്ലല്ലോ, റൈറ്റ്? ഐ എം ഗോയിങ് ടു റബ് ഇറ്റ് ഓഫ്. അപ്പോൾ രണ്ട് വോൾട്ടേജ് 0 എന്നുള്ള കേസ് ഓർക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ VCC. ഓക്കെ, അപ്പോൾ കളക്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ RC കൂടെ ഒഴുകാൻ പോണ കറണ്ടാണല്ലോ ഇത് കൂടെ. സോ I is equal to V/R. R എനിക്കറിയാം 4 കിലോ ഓം എന്ന് പറഞ്ഞാൽ 4 × 10⁻³ എന്ന് എഴുതാം. VC അല്ലെങ്കിൽ IC ഈസ് ആക്ച്വലി ഇത് രണ്ടിൻ്റെ ക്രോസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, അതായത് ഇവിടെ സപ്ലൈ കൊടുക്കുന്നതും ഇതിൻ്റെ ഇടയിൽ അല്ലേ. സോ ഇറ്റ് ഈസ് ആക്ച്വലി IC = എനിക്ക് ഓർമ്മയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും ഓർമ്മ ഉണ്ടാകും. നിങ്ങൾക്ക് VCE അല്ലെങ്കിൽ V ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ VCC = ICRC + VCE എന്ന് എഴുതിയത് ഓർമ്മ ഉണ്ടാകും. എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് സർക്യൂട്ട് സെക്ഷനിലൊന്ന് നോട്ടിലൊന്ന് നോക്കി നോക്കുക. ഐ ഹാവ് റിട്ടൺ എൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. VCC = ICRC + VCE. ഏത് ഭാഗമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവും. തലതിരിച്ച് ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ട് VCE = VCC - ICRC എങ്ങനെ വേണമെങ്കിലും എഴുതിയിട്ടുണ്ടാവും, റൈറ്റ്? അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നോക്കിയാൽ VCE 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തെറിച്ച് പോയി അല്ലേ. അപ്പോൾ IC = VCC/RC. അപ്പോൾ VCC എത്രയാണ്? 20. RC നമുക്ക് 40 തന്നിട്ടുണ്ട് അല്ലേ. സോ 4 കിലോ ഓം തന്നിട്ടുണ്ട്, റൈറ്റ്? സോ ICയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 മില്ലി ആംപിയർ എന്ന് കിട്ടി. അത് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഇൻപുട്ട് വോൾട്ടേജിന് ഇതേമാതിരി ഒരു ഇക്വേഷൻ എഴുതാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിച്ചിട്ടുണ്ട് ആംപ്ലിഫയർ സെക്ഷനിൽ. ദാറ്റ് ഈസ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു VBE + IB RB എന്ന്. ഒന്ന് പോയി നോക്കുക കേട്ടോ. ഇതിൽ VBE 0 എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ അവൻ തെറിച്ച് പോയി അല്ലേ. അപ്പോൾ എനിക്ക് IB = എന്ത് എഴുതാം? ഇൻപുട്ട് വോൾട്ടേജ്, റൈറ്റ്, ഡിവൈഡഡ് ബൈ ഹൗ മച്ച് 2 എത്രയാണ് വരുന്നത്? RB എത്ര വന്നിട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇവിടെ V1 തന്നിട്ടുള്ളത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്, സോറി, അതെൻ്റെ മിസ്റ്റേക്കാണ്. 20 തന്നെയാണ് കേട്ടോ. അവിടെ 20 വോൾട്ട്, ഇവിടെയും 20 വോൾട്ടാണ് കേട്ടോ. സോ വി ആർ ഗിവൺ ഇൻപുട്ട് വോൾട്ടേജ് ആസ് വാട്ട്, ഹൗ മച്ച്? 20 വോൾട്ട്. സോ ഇവിടെ നമുക്കൊന്ന് ഇക്വേഷൻ എഴുതി നോക്കട്ടെ. ഈ VIൻ്റെ അവിടെ ഞാൻ 20 എന്ന് എഴുതും, = 0 + IB RB. അപ്പോൾ IB = എന്താ? 20 / RB. ബേസ് റെസിസ്റ്റൻസ് 500 കിലോ ഓം അല്ലേ. അപ്പോൾ 500 എന്ന് പറഞ്ഞാൽ 500 × 10⁻³ എടുക്കുക, റൈറ്റ്? യു വിൽ ഗെറ്റ് 40 മൈക്രോ ആംപിയർ ആസ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് ആസ് ദിസ് മച്ച്. നൗ വാട്ട് ഇസ് ഗെയിൻ? ബീറ്റ = IC/IB അല്ലേ. അപ്പോൾ IC എത്രയാണ്? 5 × 10⁻³ അല്ലേ. മില്ലി എന്ന് പറഞ്ഞാൽ 40 മൈക്രോ എന്ന് പറഞ്ഞാൽ 40 × 10⁻⁻6 125 എന്ന് പറഞ്ഞിട്ട് കിട്ടും നമ്മുടെ കറണ്ട് ഗെയിൻ. ക്ലിയർ ആവണ്ട? അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, ചെറിയ കാൽക്കുലേഷനുള്ളൂ, റൈറ്റ്? ക്ലിയർ? ഇനി വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഒത്തിരി കൂടി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ നോക്കണം കേട്ടോ. ഓക്കെ, ഒരു സർക്യൂട്ട് നോക്കാം, ഡയോഡിൻ്റെ സർക്യൂട്ട് നോക്കാം. ഐഷ്
റൈറ്റ്. ഇത് 30 ഓം ആണ്, റൈറ്റ്. ഇത് D1 ഡയോഡ്. ഐശ്വരാ തിരിച്ചു. ഇനി വേറൊരു ഡയോഡ്, റൈറ്റ്. ഇവിടെ 20 ഓം, സപ്ലൈ 5 വോൾട്ട്, റൈറ്റ്. സോ ഹിയർ D1, ദിസ് ഇസ് ഡയോഡ് D2, റൈറ്റ്. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. 30 ഓം കേട്ടോ. ഇതും 30 ഓം, അതും 30 ഓം, ഇത് 20 ഓം. ഇങ്ങനെ ഒരു സർക്യൂട്ട് തന്നിട്ട് നിങ്ങളോട് പറയുന്നത് വാട്ട് ഇസ് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ഏറ്റവും ആദ്യം നോക്കേണ്ടത് എന്താ, ഏതൊക്കെ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആണ്, ഏതൊക്കെ ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. സർക്യൂട്ട് കണ്ടാൽ അറിയാം D1 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസ്ഡ് ആണ് അല്ലേ. അപ്പോൾ ആ ടെർമിനൽ ആംഗിൾ എടുത്ത് കളഞ്ഞോളാം, റൈറ്റ്. ആൻഡ് D2 എന്താണ്, ഫോർവേഡ് ബയസ്ഡ്. അപ്പോൾ എന്താ, ഓപ്പൺ സർക്യൂട്ട് അല്ല, ഷോർട്ട് സർക്യൂട്ടായിട്ട് ആലോചിക്കണം. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്താൽ അപ്പോൾ കറണ്ട് എന്തായിരിക്കും, 30 20 എന്താ സീരീസ് ആണ്. 30 + 20 is 50. അപ്പോൾ കറണ്ട് വിൽ ബി ഈക്വൽ ടു വാട്ട്, 5 ഡിവൈഡഡ് ബൈ 50 അല്ലേ. സോ 5 ഡിവൈഡ് ബൈ 50 ആംപിയർ, അല്ലെങ്കിൽ 1/10 അല്ലെങ്കിൽ 0.1 ആംപിയർ എന്ന് എഴുതാം. ക്ലിയർ ആയാ?